താരം സൽമാൻ ഖാന്റെ വീടിന് നേരെയുണ്ടായ വെടിവെപ്പിൽ പ്രതികരിച്ച പിതാവും തിരക്കഥാകൃത്തുമായ സലിം ഖാൻ. കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണെന്നും സമൂഹത്തിൽ ഭയപ്പെടാനില്ലെന്നും സലിം ഖാൻ ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. വെടിയുതിർക്കുന്നവരുടെ ലക്ഷ്യം വെറും പബ്ലിസിറ്റി മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമൂഹത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവർക്ക് വേണ്ടത് പബ്ലിസിറ്റി മാത്രമാണ്. ഇതിൽ വിഷമിക്കേണ്ടതായി ഒന്നുമില്ല. കുടുംബാംഗങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ്. ഭയപ്പെടേണ്ടതായി ഒന്നുമില്ല, സലിം ഖാൻ പറഞ്ഞു. അതേസമയം പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടുപേരുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. ബാഗ് ധരിച്ചു കടന്നുപോകുന്ന യുവാക്കളാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അക്രമികൾ സഞ്ചരിച്ചിരുന്ന വാഹനം സൽമാന്റെ വീടിന്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കണ്ടെത്തി. പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി. മുംബൈ ബാന്ദ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സൽമാൻ ഖാന്റെ വസതിയായ ഗാലക്സി അപ്പാർട്ട്മെന്റിന്റെ മുന്നിലാണ് വെടിവെപ്പുണ്ടായത്. ഞായറാഴ്ച പുലർച്ചെ 4:55ഓടെയായിരുന്നു സംഭവം. നടന്റെ വീടിന്റെ മുന്നിലേക്ക് ബൈക്കിലെത്തിയ രണ്ടുപേർ 3 തവണ ആകാശത്തേക്ക് വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തിൽ ബാന്ദ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചു. നടന്റെ വീടിന്റെ പുറത്തും പരിസരത്തും കനത്ത പോലീസ് കാവലും ഏർപ്പെടുത്തി. അതേസമയം സൽമാൻ ഖാന്റെ വീടിന് നേരെയുണ്ടായ അക്രമത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത അധോലോക നായകൻ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൻമോൽ ബിഷ്ണോയ്. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായിരുന്നു അൻമോലിന്റെ വെളിപ്പെടുത്തൽ. വീടിന് നേരെയുണ്ടായ വെടിവെപ്പ് ട്രെയിലർ മാത്രമാണെന്നും പോസ്റ്റിൽ പറയുന്നു. ഇത് ആദ്യത്തെയും അവസാനത്തേതുമായ മുന്നറിയിപ്പാണ്. ഇതിനുശേഷം വീടിന് വെളിയിൽ മാത്രമല്ല വെടിവെക്കുക. നിങ്ങൾ ദൈവങ്ങളായി കരുതുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെയും ഛോട്ടാ ഷക്കീലിന്റെയും പേരിലുള്ള നായ്ക്കൾ ഞങ്ങൾക്കുണ്ടെന്ന് അൻമോൽ കുറിച്ചു. സൽമാൻ ഖാനെ വധിക്കുമെന്ന് ജയിലിൽ കഴിയുന്ന ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയെയും പിടികിട്ടാപ്പുള്ളി ഗോൾഡി ബ്രാറും മുൻപ് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇവർ താരത്തെ കൊല്ലാൻ മുംബൈയിലേക്ക് ഷൂട്ടർമാരെ അയച്ചതായും ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജയിലിൽ കഴിയുന്ന ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയുടെ നോട്ടപ്പുള്ളികളിലെ 10 അംഗ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാന വ്യക്തിയാണ് സൽമാൻ ഖാൻ എന്ന് കഴിഞ്ഞ വർഷം NIA വെളിപ്പെടുത്തിയിരുന്നു. സൽമാൻ ഖാനെതിരെയുള്ള 1998-ലെ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസാണ് ഭീഷണിക്ക് ആധാരം. വേട്ടയാടൽ ബിഷ്ണോയ് സമുദായത്തെ വേദനിപ്പിച്ചെന്ന് ലോറൻസ് ബിഷ്ണോയ് പറയുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 11-ന് ലഭിച്ച ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ മുംബൈ പോലീസ് നടന്റെ സുരക്ഷ Y+ കാറ്റഗറിയിലേക്ക് മാറ്റിയിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 11-ന് ലഭിച്ച ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ മുംബൈ പോലീസ് നടന്റെ സുരക്ഷ Y+ കാറ്റഗറിയിലേക്ക് മാറ്റിയിരുന്നു. സൽമാൻ ഖാനെതിരെ ബിഷ്ണോയ് വിഭാഗത്തിലുള്ള ഒരാൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് സൽമാൻ അറസ്റ്റിലാവുകയും ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. കൃഷ്ണമൃഗ വേട്ടക്കേസിൽ 20 വർഷങ്ങൾക്കിപ്പുറം 2018-ൽ സൽമാൻ ഖാൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ജോധ്പൂർ കോടതി സൽമാൻ ഖാന് വിധിച്ചത്. കേസിലെ മറ്റു പ്രതികളെ വെറുതെ വിട്ടു. സൽമാന് പിന്നീട് ജാമ്യം ലഭിക്കുകയായിരുന്നു. അതേസമയം നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്ത ബിഷ്ണോയ് കൃഷ്ണമൃഗത്തെ കൊന്നതിന് താൻ സൽമാനോട് പകരം വീട്ടുമെന്ന് പറഞ്ഞിരുന്നു. 2018-ൽ ലോറൻസ് ബിഷ്ണോയുടെ സഹായി സമ്പത്ത് നെഹ്റ സൽമാൻ ഖാനെ വധിക്കാൻ വീട്ടിലെത്തിയിരുന്നു. അക്രമം നടത്തുന്നതിന് മുമ്പ് നെഹ്റയെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം നേരത്തെ തീരുമാനിച്ച ഷെഡ്യൂൾ അനുസരിച്ച് സൽമാന്റെ ഷൂട്ടിംഗ് തുടരുകയാണ്. വെടിവെപ്പ് സംഭവത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ പ്രതികരിച്ചു. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ചില അവാർഡ് ചടങ്ങുകളും പരസ്യ ചിത്രീകരണങ്ങളുമുണ്ട്. ഇതെല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചതുപോലെ മുന്നോട്ട് പോകുമെന്നും ഒരു മാറ്റവും വരുത്തില്ലെന്നും ഇവർ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.